Good afternoon all. Good afternoon. Good afternoon. നമ്മള് മെഡിക്കൽ റെക്കോർഡ് കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയിരുന്നോ? Good afternoon. വായിച്ചു നോക്കിയിരുന്നോ? ചെറിയൊരു ഡിലേ ഉണ്ട് നമുക്ക് സ്ക്രീനിൽ വരാനായിട്ട്. എന്നാൽ നിങ്ങളുടെ കയ്യിലോ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അല്ലേ മെഡിക്കൽ റെക്കോർഡ്? ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആയിരിക്കില്ല. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ കയ്യിൽ കാണുമല്ലോ അല്ലെ? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് എന്താണ്? നമ്മുടെ മെഡിക്കൽ സോഷ്യൽ വർക്ക് വരെയാണ് എടുത്തത് അല്ലേ? അല്ലേ, ശരിയല്ലേ? മെഡിക്കൽ സോഷ്യൽ വർക്ക് വരെയല്ലേ നമ്മള് എടുത്തു പോയത്? യെസ്. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രത്യേകതകള് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ എന്താണ് കുറച്ച് ക്യാച്ച് ചെയ്ത് വയ്ക്കുക. അതുമായി ബന്ധപ്പെട്ട ഓരോന്നും അല്ലെ, ഹൗസ് കീപ്പിംഗ്, സെൻട്രൽ CSSD അല്ലെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്താണ് എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും. ആ രീതിയിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി പോവുക. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് പോകുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയാണ്. ഓക്കെ, ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ക്രീനിൽ വരുമ്പോഴൊന്ന് പറഞ്ഞോളൂ കേട്ടോ. വിസിബിൾ ആവുന്ന ടൈമിൽ ഒന്ന് പറഞ്ഞോളൂ. ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ വിസിബിൾ ആവുമ്പോ എന്ന് പറയണോട്ടോ. വിസിബിൾ ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കാം, കാരണം എനിക്ക് ഒക്കെയാണ്, പക്ഷെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. എന്തായാലും ടെക്നിക്കലി നോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കാം എന്താണ് അതിലെ പ്രധാനമായിട്ട് നമുക്കറിയാം. ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ ദിസ് ഡിപ്പാർട്ട്മെന്റ് എയിംസ് അറ്റ് റീഹാബിലിറ്റേഷൻ പേഷ്യൻസ് മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ദ ഓർത്തോപീഡിയറ്റ്സ് ഡിപ്പാർട്ട്മെന്റ്. This department offers a wide range of body healing therapy that will help a patient to resume normal functioning. ഓക്കെ, ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അല്ലെ, അവിടെ എന്തെങ്കിലും ശാരീരിക അവശതകൾ അല്ലെ, എന്തെങ്കിലും നമുക്കറിയാം അത് എന്താണ് നാച്ചുറലി ഉള്ള ആ ബോഡിക്ക് എന്തെങ്കിലും സാധാരണ രീതിയിലുള്ള അല്ലെ ശേഷിക്കുറവോ അല്ലെ, പേശിയുടെ ബലക്കുറവോ എന്തെങ്കിലും ആക്സിഡന്റോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അല്ലെ, ഒടിവ്, ചതവ് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നേരാവണ്ണം അവർക്ക് അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് ഫിസിയോതെറാപ്പിയുടെ സേവനങ്ങൾ നമ്മൾ തേടുന്നത് അല്ലെ, പേഷ്യൻസ് തേടുന്നത്. സോ ഇവിടെ പറയുന്നുണ്ട് ദിസ് ഡിപ്പാർട്ട്മെന്റ് റീഹാബിലിറ്റേഷൻ പേഷ്യൻസ് അല്ലെ, അവിടെ തീർച്ചയായിട്ടും പുനരധിവാസം, അതായത് അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇവിടെ നടപ്പാക്കി കൊടുക്കുന്നത്. മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ദ ഓർത്തോപീഡിയാറ്റിക്സ് അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒടിവ്, ചതവ്
ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന വിധത്തിൽ തന്നെയാണ് ഫിസിയോതെറാപ്പി നടപ്പാക്കി പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ അല്ലെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇൻ കേസ് കുറച്ച് ടൈമുകളിൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് പറയും അല്ലെ എന്തെങ്കിലും എന്താണ് കുറച്ച് പ്ലാസ്റ്റർ ഇടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തതിനു ശേഷമാണെങ്കിൽ അത് റിമൂവ് ചെയ്താൽ വീണ്ടും അവർ പറയും ഫിസിയോതെറാപ്പിക്ക് പോകണം അല്ലെ. ആ ട്രീറ്റ്മെന്റിന്റെയും കൂടി ഭാഗമായിട്ട് തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതും കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് നോർമൽ ആയിട്ട് അല്ലെ. ഇൻ കേസ് ഒരു ചെറിയ ഒടിവ് കാര്യങ്ങളല്ല, അതിനപ്പുറം കുറച്ചും കൂടി പേഷ്യന്റിന് ഇത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള വിഷമതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഫിസിയോതെറാപ്പീസിന്റെ സേവനം അവര് തേടേണ്ടതായിട്ട് വരുന്നു. Then this department offers a wide range of body healing therapy that will help a patient to resume normal functioning. സാധാരണ രീതിയിലുള്ള അല്ലെ ഹ്യൂമൻ ബോഡിയുടെ ഫങ്ഷൻ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ബോഡി ഹീലിംഗ് തെറാപ്പീസ് അല്ലെ. നമുക്കറിയാം ഈ കാലഘട്ടത്തില് ഒരുപാട് തെറാപ്പികളുണ്ട് അല്ലെ. പണ്ടത്തേക്കാൾ അപേക്ഷിച്ച് നൂതനമായിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കറിയാം അതിനനുസരിച്ചുള്ള പലതരത്തിലുള്ള തെറാപ്പിയും കൂടി ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. സോ നമ്മുടെ ഏത് തരത്തിലുള്ള ഫംഗ്ഷൻ അല്ലെ നമ്മുടെ ഏത് തരത്തിലുള്ള ആക്ടിവിറ്റി ഫലപ്രദമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. Then this department offers outpatient as well as inpatient services. നമുക്കറിയാം ഔട്ട് പേഷ്യന്റിന് മാത്രമല്ല അല്ലെ ഇൻ കേസ് കിടത്തി ചികിത്സിക്കുന്നവർക്കും അല്ലാതെ ജസ്റ്റ് കൺസൾട്ടേഷൻ ഒക്കെ വന്ന് പോകുന്നവരാണെങ്കിലും നമുക്കറിയാം അവിടെ കിടന്നതെല്ലാം ചികിത്സിച്ച് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം നേടിയെടുക്കാതല്ല അല്ലാതെയും അല്ലെ അവിടെ വന്നുപോയി അവിടെ ഓരോ ദിവസങ്ങളും ചെയ്യേണ്ട ഫിസിയോതെറാപ്പി ചെയ്തിട്ട് വീടുകളിൽ വന്ന് അല്ലെ തിരിച്ചു പോകുന്ന രീതിയിലുള്ള സേവനങ്ങളും തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഡിപ്പാർട്ട്മെന്റ് അവൈലബിൾ ആക്കി കൊടുക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തിട്ട് വരട്ടെ. എന്തായാലും ഷെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആർക്കെങ്കിലും നോട്ട്സ് ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട്.
ഓക്കെ, വിസിബിൾ അല്ലേ? ക്ലിയർ അല്ലേ? നമ്മളപ്പോ കണ്ടു അല്ലെ, ഫിസിയോതെറാപ്പി ജസ്റ്റ് കണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഓർത്തോപീഡിയ ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ് അത് സേവനം അല്ലെ, അതിനോട് ചേർന്ന വിധത്തിലാണ് ഇതിന്റെ സേവനങ്ങൾ കൈകാര്യം ചെയ്ത് പോകണമെന്നുള്ളതും നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫാർമസി. ഓക്കെ, സപ്പോർട്ടീവ് ആയിട്ട് ഉള്ള മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി. ഓക്കെ, നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ഇൻ പേഷ്യന്റ് ആണെങ്കിലും തീർച്ചയായിട്ടും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അല്ലെ ഏതൊരു പേഷ്യന്റ് പോകുന്നത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഫാർമസി ഡിപ്പാർട്ട്മെന്റിന്റെ സേവനങ്ങളെ ജസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം വലിയൊരു ചാപ്റ്റർ ആണ്, അതൊക്കെ നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് തന്നെ പഠിക്കും. ജസ്റ്റ് മനസ്സിലാക്കി പോകാം. എവറി ഹോസ്പിറ്റൽ മസ്റ്റ് ബി equipped with a pharmacy with which provides drugs for the entire hospitals. ഓക്കെ, ഹോസ്പിറ്റലിന് മുഴുവനായിട്ടുള്ള മരുന്നുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നതും മിക്കവാറും ഫാർമസി ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരിക്കും. It not only provides medication for patients, but also provides other drugs and instruments used by all the departments in the hospital for patients' care or surgeries. ഓക്കെ, നമുക്കറിയാം മിക്കപ്പോഴും മിക്ക ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും സർജറിക്ക് മുമ്പ് അവരൊരു ലിസ്റ്റ് അങ്ങനെ തരും അല്ലെ, എന്നിട്ട് ഇതൊക്കെ മേടിച്ച് അവിടെ കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ, അതായത് ഓപ്പറേഷന് മുമ്പ് തന്നെ അത് ഏൽപ്പിക്കണമെന്നൊക്കെ ആയിരിക്കും ചില ഹോസ്പിറ്റലൊക്കെ പറയുന്നത്. വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല, നമുക്കറിയാൻ നാച്ചുറലി എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ബില്ല് തരുന്നത്. ചില ഹോസ്പിറ്റലെങ്കിൽ ആണെങ്കിൽ കൂടി അല്ലെ, അവിടെ തീർച്ചയായിട്ടും റിലേറ്റീവ്സിനൊക്കെ ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ബില്ല് നൽകി പിന്നെ സാധനങ്ങളെല്ലാം അല്ലെ ആ ഓപ്പറേഷന് മുമ്പ് തന്നെ എത്തിക്കണമെന്നൊക്കെ പറയും. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ആ മെഡിസിൻ മാത്രമല്ല മറ്റു അല്ലെ അതിന് ഉപയോഗിക്കേണ്ട പല വസ്തുക്കൾ അല്ലെ, പലതരത്തിലുള്ള ചെറിയ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ലഭ്യമാക്കേണ്ടതുണ്ടാവും. അതെല്ലാം അവിടെ കൃത്യമായിട്ട് തന്നെയാണ് അവിടെ മെഡിക്കൽ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി പ്രൊവൈഡ്സ് മെഡിക്കേഷൻ ഫോർ ദ പേഷ്യൻസ് ബട്ട് ആൾസോ പ്രൊവൈഡ്സ് അതർ ഡ്രഗ്സ് അല്ലെ, അവിടെ മരുന്നുകൾ മാത്രമല്ല ഈ ഫാർമസിയിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നൽകുന്നത് other drugs and instruments used by all the departments in the hospital for patients' care or surgeries. Okay, മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ചില ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളെല്ലാം അല്ലെ സർജറികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then run by a pharmacist, pharmacy provides the following services. Okay, ഫാർമസി എന്ന് പറയുന്നത് എന്താണെന്ന് ക്ലിയർ ആണ് അല്ലേ? ആണോ? ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള അല്ലെ എന്തൊക്കെ സർവീസുകൾ സേവനമാണ് അധികമായിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യമാണ്. അതിൽ പറയുന്ന കാര്യം എന്താണ്? പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ഓക്കെ, നമുക്കറിയാം എന്താണ് നമ്മളുടെ മരുന്ന് സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാത്രമേ തന്നെ നമ്മുടെ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളെല്ലാം തന്നെ പർച്ചേസ് ചെയ്ത് അവിടെ അവർക്ക് ആവശ്യമായ രീതിയിൽ തന്നെ സൂക്ഷിച്ചിട്ടാണ് അവർക്ക് ആവശ്യം എപ്പോഴാണോ അല്ലെ ആവശ്യം വരുന്നത് അതനുസരിച്ചിട്ട് സപ്ലൈ ചെയ്യുന്നത്. ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ഇൻ പേഷ്യന്റ് ആണെങ്കിലും അവർക്കെല്ലാം തന്നെ ഇതിന്റെ സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഫാർമസി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ഇൻ പേഷ്യന്റിന് മാത്രമല്ല അതിന്റെ സേവനങ്ങൾ സർവീസസ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് ഇൻ പേഷ്യന്റിനും ഔട്ട് പേഷ്യന്റിനും എല്ലാം തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ മറ്റൊന്ന് പറയുന്നത് ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. ഓക്കെ, നമുക്കറിയാം രോഗി പരിചരണത്തിനും അല്ലെ എല്ലാ കാര്യങ്ങളും രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സ് പറയുന്ന അനുസരിച്ചിട്ട് തന്നെ അല്ലെ കരുതലോട് കൂടിയിട്ട് ഓരോ ട്രീറ്റ്മെന്റ് രോഗിക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് എല്ലാം തന്നെ അവിടെ നിന്ന് അല്ലെ ഫാർമസിയിൽ നിന്ന് നേടിയിട്ടാണ് കൃത്യമായിട്ട് രോഗിക്ക് ശുശ്രൂഷകളെല്ലാം കൊടുക്കുന്നത്. സോ ക്ലിനിക്കൽ രോഗിയുടെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്കും ഫാർമസി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്, മെഡിസിൻ സംഭവങ്ങളെല്ലാം തന്നെ. Then doctors are usually given a set of procedures of medication by the pharmacy to use as a guide.
നമുക്കറിയാം ഫാർമസിയിൽ നിന്ന് നമ്മൾ മെഡിസിൻ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അല്ലെ, ഇൻ കേസ് ഒരു ഇൻഹേലർ ആണെങ്കിലും അല്ലെ എന്ത് സംഭവമാണെങ്കിലും നമ്മൾ മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ യൂസേജും കൂടി ഡോക്ടേഴ്സ് പറയുന്ന രീതിയിൽ തന്നെയായിരിക്കും അവര് പറഞ്ഞു തരുന്നത് അല്ലെ. അവരുടെ ആ ഗൈഡൻസ് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും മെഡിക്കേഷൻ ഫാർമസിയിൽ നിന്ന് ലഭ്യമാകുന്ന ട്രീറ്റ്മെന്റ് കാര്യങ്ങളുടെയൊക്കെ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അവിടെ അവൈലബിൾ ആക്കി കൊടുക്കും. അപ്പൊ ഫാർമസി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മേഖല തന്നെയാണ്. അവിടെ പ്രധാനമായിട്ടും അല്ലെ മെഡിസിനും അതേമാതിരി തന്നെ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ചെറിയ പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓർത്തോറിക്ക ഇൻപേഷ്യന്റിനും ഔട്ട് പേഷ്യന്റിനും രോഗികൾക്കും അല്ലെ എല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ അല്ലെങ്കിൽ മറ്റു ഇൻസ്ട്രുമെന്റ്സ് അതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഡോക്ടേഴ്സ് പറയുന്ന ഗൈഡൻസ് പോലെ തന്നെയുള്ള നിർദ്ദേശങ്ങൾ തന്നെ പാലിച്ചുകൊണ്ട് തന്നെയാണ് അവര് ഓരോ ഇൻസ്ട്രുമെന്റ്സും അല്ലെങ്കിൽ ഓരോ മെഡിസിൻസ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ക്ലിയർ ഔട്ട് ചെയ്ത് അവിടെ നിന്ന് നിർദ്ദേശിച്ചയക്കുന്നത്. കേളേ കേളല്ലേ കേളോ എന്തൊക്കെ സേവനങ്ങളാണെന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് നിർദ്ദേശിച്ചാൽ മതി അല്ലെ. എല്ലാ തരത്തിലുള്ള നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ഓപ്ഷനിൽ തന്നെ ആൻസർ കണ്ടെത്താനായിട്ട് എളുപ്പമായിരിക്കും. വലിയ ഡിഫിക്കൽട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ, വലിയ ചാപ്റ്റർ ഒക്കെ ആണെങ്കിലും ചെറിയ ചില ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്, അതിനപ്പുറം ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ എന്നല്ല, കാരണം നമുക്ക് അറിയാവുന്ന കുറെ മേഖലകളൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ അതൊക്കെ നമുക്കറിയാം വലിയൊരു ചാപ്റ്റർ ഒക്കെ തേർഡ് മൊഡ്യൂളിലൊക്കെയാണ്. എന്തായാലും പേപ്പറൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. നമുക്ക് അത് മനസ്സിലാക്കി പോവാം. എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നത് അല്ലെ, രജിസ്ട്രേഷൻ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ റെക്കോർഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് all the records or files of inpatients as well as outpatients. ഇൻപേഷ്യന്റ് ആണെങ്കിലും അതായത് കിടത്തി ചികിത്സിക്കുന്ന രോഗികളാണെങ്കിലും ജസ്റ്റ് ഡോക്ടറുടെ കൺസൾട്ടേഷൻ സേവനം നേടിയെടുത്ത് പോകുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും അവരുടെ എല്ലാ തരത്തിലുള്ള റെക്കോർഡ്സും കീപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, MRD എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചേക്കുക, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. Then it is with these records that medical statistics can be formulated and it serves as a reference for a future purpose. Okay, നമ്മൾ എന്തിനാ റെക്കോർഡ് സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ, ഇൻ കേസ് കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും എന്തെങ്കിലും അല്ലെ, ഇൻ കേസ് പേഷ്യന്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും, അതല്ല ഇൻ കേസ് പേഷ്യന്റ് എന്തെങ്കിലും അല്ലെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും തെറ്റായ ധാരണയില് എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു എവിഡൻസ് ആയിട്ട് ഹോസ്പിറ്റലിന് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് തന്നെ അവിടെ എവിഡൻസ് ആയിട്ട് ഓരോ റെക്കോർഡ് അല്ലെ, ഇവിടെ ഈ രോഗി ഏത് സമയത്ത് വന്നു, ഏത് ടൈമിൽ വന്നിട്ട് എന്ത് ചികിത്സാ കാര്യങ്ങളാണ് നടപ്പാക്കിയത്, ഏത് ഡോക്ടറിന്റെ അണ്ടറിലാണ് സേവനങ്ങൾ രേഖപ്പെടുത്തിയത്, തീർച്ചയായിട്ടും നമുക്കറിയാം അത് എടുത്ത് നോക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതില് മെഡിക്കൽ റെക്കോർഡിലൊക്കെ ധാരാളം പഠിക്കുന്നുണ്ട്. പല രീതിയിലൊക്കെ ഈ റെക്കോർഡ്സുകളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പേഷ്യൻസിനോടൊപ്പം തന്നെ ഇപ്പൊ നമുക്കറിയാം മാൻഡേറ്ററി അല്ല, ഈ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ ചാർട്ട് എടുത്ത് അല്ലെ, ആ OP നമ്പർ അടിച്ചാൽ തന്നെ അത് ഏത് ടൈമിൽ ഇന്ന രോഗി അല്ലെ വന്നു, ഏതൊക്കെ ടൈമിൽ വന്നിട്ടുണ്ട്, ഏതൊക്കെ ഡോക്ടറിന്റെ അടുത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട്, ഏതൊക്കെ ട്രീറ്റ്മെന്റ്, അതിന്റെ റിസൾട്ടുകൾ എല്ലാം തന്നെ ഒറ്റ ക്ലിക്കിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇല്ലേ ആണോ. നമ്മളിപ്പോ ഒരു വലിയ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു എന്താ പറയണേ, നമ്മള് ഒരു സാധാരണ ഫിസിഷ്യനെ കണ്ടു, ഫിസിഷ്യൻ നമ്മളെ വേറെ വല്ലയിടത്തേക്ക് റെഫർ ചെയ്തു, ന്യൂറോളജിയോ നെഫ്രോളജിയൊക്കെ റെഫർ ചെയ്തു. ഞാൻ അവിടെ പോയി പല ടെസ്റ്റുകളൊക്കെ നമ്മള് റേഡിയോളജി വിഭാഗത്തിന്റെ സേവനം തേടി എല്ലാ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അതേപോലെ തന്നെ ലാബിൽ കുറെ ടെസ്റ്റുകളൊക്കെ നടത്തി. ഓക്കെ, നമുക്കറിയാം പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ രോഗം കണ്ടുപിടിക്കാനായിട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇതെല്ലാം തന്നെ ആ OP നമ്പറിന്റെ കീഴിൽ തന്നെ എല്ലാം റെക്കോർഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ഭാവിയിൽ ഏത് ആവശ്യത്തിനും ഉപയോഗപ്രദമാക്കത്തക്ക വിധത്തിലാണ് അത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് വിത്ത് ദീസ് റെക്കോർഡ്സ് that medical statistics can be formulated and it serves as a reference for a future purpose.
ഇതെല്ലാം ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല സ്ഥിരീകരണ രീതികളെ നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് എടുത്തു നോക്കാൻ പറ്റുന്ന തരത്തിലാണ് അത് ഫോർമുലേറ്റ് ചെയ്ത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ഏത് ഫ്യൂച്ചറിൽ അല്ലെ ഭാവി ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് റെഫർ ചെയ്ത് നോക്കാനായിട്ട് എളുപ്പത്തിലാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെയാണോ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഓക്കെയാണോ? MRD എന്നൊക്കെയുള്ള അഭിവേഷനൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി പോകാൻ തന്നെ ശ്രമിക്കാം. നോക്കാം, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ജസ്റ്റ് നോക്കിയത് ഏതൊക്കെയാണ്? ഫിസിയോതെറാപ്പി നോക്കി, ഫാർമസി നോക്കി, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് നോക്കിയത്. നെക്സ്റ്റ് നോക്കാനുള്ളത് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. എന്താണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ വരുന്നത്? ഓക്കെ, മെയിന്റനൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ വലിയ ഹോസ്പിറ്റലൊക്കെയാണ്. അവിടെ അറ്റകുറ്റപ്പണികളൊക്കെ ധാരാളം വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അല്ലെ. ഇടയ്ക്കിടയ്ക്ക് റിപ്പയർമെന്റും കാര്യങ്ങളൊക്കെ വരാം. ഈ മെഷീൻസ് ഒക്കെ ആണെങ്കിലും റിപ്പയർമെന്റ് കാര്യങ്ങളൊക്കെ വരാം അല്ലെ. ചിലപ്പോ പ്ലംബിങ്ങോ ഇലക്ട്രീഷ്യനോ അല്ലെ അവരുടെയൊക്കെ ടെക്നീഷ്യന്മാരൊക്കെ സേവനങ്ങളൊക്കെ അവിടെ ആവശ്യമായിട്ട് വരാം. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അത് കൃത്യമായിട്ട് തന്നെ പ്രോപ്പറായിട്ട് തന്നെ ആ മെയിന്റനൻസ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോയാലാണ് ഓർഗനൈസേഷൻ, അതായത് ഹോസ്പിറ്റലിന് നല്ല രീതിയിൽ അവരുടെ സേവനങ്ങൾ പേഷ്യൻസിന് ലഭ്യമാക്കി കൊടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അവര് ഇൻപേഷ്യന്റ് ആയിട്ട് റൂം എടുക്കുമ്പോഴായിരിക്കും അവിടെ ചിലപ്പോൾ എന്തെങ്കിലും അല്ലെ പ്ലംബിംഗ് വർക്കിന്റെ കംപ്ലൈൻസ്. അതല്ല ഇൻ കേസ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കായിരിക്കും ചിലപ്പോൾ ചില എക്യുപ്മെന്റ്സ് കംപ്ലൈന്റ്. അങ്ങനെ വന്നാൽ നമുക്കറിയാം ഏതൊരു പേഷ്യന്റും സാറ്റിസ്ഫൈഡ് ആവില്ല അല്ലെ. അവര് ആ ഹോസ്പിറ്റൽ അതോടുകൂടി പിന്നെ വരവ് നിർത്തും. കാരണം അവിടെ എപ്പോഴും അല്ലെ നല്ല പറ്റാൻ നല്ല കറക്റ്റ് ആയിട്ട് അല്ലെ വർക്കിംഗ് കണ്ടീഷനിലുള്ള എല്ലാ സാഹചര്യങ്ങളും അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അവര് നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ മെയിന്റനൻസും കാര്യങ്ങളൊക്കെ എക്യുപ്മെന്റ്സിനാണെങ്കിലും ബിൽഡിങ്ങിനാണെങ്കിലും അല്ലെ എന്ത് കാര്യത്തിനാണെങ്കിലും എന്തെങ്കിലും റിപ്പയർമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമുക്കറിയാം. അത് ഈ പറഞ്ഞ മാതിരി കമ്പ്യൂട്ടറിന്റെ ഒക്കെ അല്ലെ എവിടെയും ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. CMMS വഴി ആ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് എവിടെയാണ് പ്രോബ്ലംസ് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള അല്ലെ റിപ്പയറിംഗ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. This department ensure that the hospital is in operable condition. അല്ലെ അവിടെ പ്രവർത്തനക്ഷമമാക്കുക. ഹോസ്പിറ്റലിനെ നല്ല ഓപ്പണബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനക്ഷമമാക്കി എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. എവിടെയും അല്ലെ എവിടെയും ഒരു തടസ്സം നേരിടാതെ ഈ പറഞ്ഞ മാതിരി നല്ല ആക്ടിവിറ്റി അല്ലെ ഏത് പ്രവർത്തനത്തിനും ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലാക്കി നിർത്തുന്നത് ആരാണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് engineering department. It makes plans and performs various projects for the hospital. നമുക്കറിയാം വ്യത്യസ്ത പ്രൊജക്ടുകൾ അല്ലെ. നമുക്ക് മിക്ക ഹോസ്പിറ്റലും അത്യാവശ്യം നല്ല ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ, അതായത് നന്നായിട്ട് റൺ ചെയ്ത് പോകുന്ന ഹോസ്പിറ്റൽ, പ്രോഫിറ്റബിൾ ആയിട്ട് നല്ല പേര് കേട്ട ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ ഏതെങ്കിലും ഒരു പ്ലേസിൽ എന്തെങ്കിലും പണി നടക്കണ്ടോ, കാണാറുണ്ടോ? അപ്പൊ നമ്മളെപ്പോഴും ആലോചിക്കും ഇതിൽ എപ്പോഴും ഈ പണികൾ തീരുന്ന ഒരു സമയമില്ലല്ലോ എന്ന് ആലോചിക്കും. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അല്ലെ. ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. തീർച്ചയായിട്ടും ആ വ്യവസായ സംരംഭത്തിൽ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികളോ എന്തെങ്കിലുമൊക്കെ റിപ്പയർമെന്റ് കാര്യങ്ങളോ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ മെയിന്റനൻസും കാര്യങ്ങളൊക്കെ അവിടെ കൈകാര്യം ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പറയുന്നത് ഇത് മീറ്റ്സ് പ്ലാൻസ് ആൻഡ് പെർഫോംസ് വേരിയസ് പ്രോജക്ട്സ് ഫോർ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് എപ്പോഴെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ മെയിന്റനൻസ് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പ്ലാൻ ആസൂത്രണം ചെയ്യുകയും അതിനനുസരിച്ചുള്ള പ്രൊജക്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. That this department makes sure that all electrical facilities are in perfect condition, performs repair and replacement work for air conditioning units, plumbing and steel works. Okay, അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞ മാത്രമേ പ്ലാനിങ് അല്ലെ പ്രൊജക്ടിന്റെ ഒക്കെ വലിയ വലിയ പ്രൊജക്ടിന്റെ പ്ലാൻ ചെയ്യുക മാത്രമല്ല അല്ലെ നമ്മൾ പറഞ്ഞു എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ലഭ്യമാക്കി തരുന്നത് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പെർഫെക്റ്റ് കണ്ടീഷൻ ആക്കാൻ അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള റീപ്ലേസ്മെന്റ് എയർ കണ്ടീഷനിന്റെ ഒക്കെ എന്തെങ്കിലും കേടായ വാഹനങ്ങൾ അല്ലെ കേടായ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ
അതിനെയൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ വർക്കുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രബിൾസ് അല്ലെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ വർക്ക്സും അല്ലെ സ്റ്റീൽ വർക്കുകളെല്ലാം തന്നെ മെയിൻ്റനൻസുമായി ബന്ധപ്പെടുന്ന വരുന്ന എല്ലാ വർക്കുകളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ ഡിപ്പാർട്ട്മെന്റുകൾ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രജിസ്ട്രേഷനും കാര്യങ്ങളാണ് അല്ലെ. പിക്ചറിൽ വരുന്ന കാര്യങ്ങൾ റെഫറൻസിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിക്ചർ റെഫറൻസിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ റെക്കോർഡ്, എല്ലാ രജിസ്ട്രേഷനും കാര്യങ്ങളും. മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും മെയിൻ്റനൻസ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമായിക്കോട്ടെ, പ്രൊജക്റ്റിൽ എന്തെങ്കിലും പ്ലാനുകളും കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ മെയിൻ്റനൻസ് അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഏത് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റാ? എങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. യെസ്, ഗുഡ്. അപ്പൊ നമുക്കറിയാം മെഡിക്കൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ ഓരോന്നും ജസ്റ്റ് ഇപ്പൊ ഫാർമസി നമുക്കറിയാം അല്ലെ, എന്തെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് മെഡിക്കൽ അല്ലെ അവിടെ എന്തെങ്കിലും ഡ്രഗ്സ് കാര്യങ്ങൾ മരുന്ന് അല്ലെ അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ തിങ്സുകൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഓർത്തോയുമായി ബന്ധപ്പെട്ട് വരുന്നത് അല്ലെ, എന്തെങ്കിലും രോഗിക്ക് അച്ഛനും കൂടി അല്ലെ മാന്യമായ രീതിയിൽ തന്നെ ഈ കാലഘട്ടം എന്താണ് ജീവിതത്തില് അല്ലെ എന്തെങ്കിലും പ്രോബ്ലംസുകൾ നേരിടുന്നുണ്ടെങ്കിൽ ഐ മീൻ എന്താണ് ശാരീരികമായിട്ട് അവർക്ക് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനമാണ് അവർ നേടിയിരിക്കേണ്ടത്. സോ അത്തരത്തിലുള്ള ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഹീലിംഗ് തെറാപ്പി വിൽ പേഷ്യൻസ് റെസ്യൂം നോർമൽ ഫങ്ഷനിങ് അല്ലെ, ബോഡിയിലെ ഹീലിംഗ് തെറാപ്പി പ്രവർത്തനങ്ങളൊക്കെ അവിടെ കൈകാര്യം ചെയ്തു പോകുന്നത് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓർ മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അവിടെ നെക്സ്റ്റ് നോക്കുമ്പോൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ്. അതിലെന്താ പറയുന്നത്? ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ഓൾ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫോർ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഒരുപാട് എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമാണ് അല്ലെ. വീൽ ചെയർ ആയിക്കോട്ടെ, സ്ട്രക്ചർ ആയിക്കോട്ടെ, വലിയ വലിയ മെഷീൻ ആയിക്കോട്ടെ, എക്യുപ്മെന്റ്സ് അല്ലെ. നമ്മൾ ഈ പറഞ്ഞ സ്കാനിങ് സെന്ററിലാണെങ്കിലും ലാബിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരുപാട് എക്യുപ്മെന്റ്സുകളെല്ലാം അല്ലെ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്തൊക്കെ കൈകാര്യം ചെയ്ത് പോകണമെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇൻ കേസ് മതിയായ രീതിയിലുള്ള സപ്ലൈ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അല്ലെ എക്യുപ്മെന്റ് ആണെങ്കിലും എന്താണെങ്കിലും അത് മതിയായ രീതിയിലുള്ള സപ്ലൈ അവർ ചോദിക്കുക അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റും ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. സോ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തു പോകുന്നത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതെല്ലാം വലിയ ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യണം അല്ലെ, അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ആരാണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ലാസ്റ്റ് വൺ പറയുന്നത് ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇതിൽ നമുക്കറിയാം ഇപ്പൊ ഡേയ്സിലെല്ലാം ഡിജിറ്റലൈസേഷനുകളിലെ എല്ലാം തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ അത് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് പോകേണ്ടതുണ്ട്. ഓൾ ഹോസ്പിറ്റൽസ് ടുഡേയ്സ് യൂസ് കമ്പ്യൂട്ടേഴ്സ് ടു കീപ്പ് ട്രാക്ക് ഓഫ് പേഷ്യൻസ് റെക്കോർഡ്സ് ആൻഡ് അതർ മെഡിക്കൽ റിലേറ്റഡ് അഫയേഴ്സ്. നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ് മുതൽ അല്ലെ അവിടെ രോഗികളിൽ നിന്ന് നമുക്കറിയാം അല്ലെ അവര് വരുമ്പോ തന്നെ നമുക്ക് റിസപ്ഷനിസ്റ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ച് CRMS വഴിയൊക്കെ കീപ്പ് ചെയ്ത് നമുക്ക് ഫ്രണ്ട് ഓഫീസ് ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ അല്ലെ? എടുത്തു തുടങ്ങിയോ ഫ്രണ്ട് ഓഫീസ് ഒക്കെ? ഓക്കെ, അപ്പൊ CRMS വഴി അതെല്ലാം കളക്ട് ചെയ്തു അങ്ങനെ അതെല്ലാം നമുക്കറിയാം അത് കമ്പ്യൂട്ടർ വഴിയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാ റെക്കോർഡിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും ആണെങ്കിലും ഈ പറഞ്ഞ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നമുക്കറിയാം എവിടെയാണ് അറ്റകുറ്റപ്പണി നടത്തേണ്ടത്. തീർച്ചയായിട്ടും നമുക്കറിയാം കമ്പ്യൂട്ടറിന്റെ സേവനം തന്നെയാണ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഫാർമസി ആണെങ്കിലും നമുക്കറിയാം എവിടെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ മെഡിസിൻസ് ആണ് ഷോർട്ടേജ് വന്നിരിക്കുന്നത് ഒക്കെ നമുക്കെല്ലാം നമുക്കറിയാം എല്ലാം കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് എല്ലാം മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പൊ ഓൾ ഓഫ് ദം നമുക്കറിയാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് കൈകാര്യം ചെയ്ത് പോകുന്നത് ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് അനുസരിച്ചിട്ട് അവിടെ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് കൈകാര്യം ചെയ്ത് പോകുന്നത്. Therefore, this department provides technical supports as and when
needed and keeps the systems updated and provides supports when systems fail. ഓക്കെ, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഈ പറഞ്ഞ മാതിരി കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അല്ലെങ്കിൽ അവിടെ അപ്ഡേഷൻ ഒന്നും നടത്താനായിട്ട് പറ്റുന്നില്ല, അല്ലെ, എന്തെങ്കിലും ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സേവനമാണ് അവിടെ അവൈലബിൾ ആക്കി കൊണ്ടുപോകുന്നത്. അവിടെ സ്മൂത്ത് ആയിട്ട് അതെല്ലാം കൈകാര്യം ചെയ്ത് എന്താണ് അതിന്റെ ഫെയിലിയർ, അല്ലെ, എന്ത് പ്രോബ്ലം ആണോ അത് പരിഹരിക്കാനായിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ക്രെഡിറ്റ് ആകുന്നത്. They also aim to provide effective online services for patients and help to keep the entire hospital informed of certain events that take place within the hospital. ഓക്കെ, തീർച്ചയായും നമുക്കറിയാം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാക്കുമ്പോഴാണ് പേഷ്യൻസ് വരുള്ളൂ, അല്ലെ. ഇപ്പോ നവേഡേയ്സിൽ നമുക്കറിയാം, ഇപ്പൊ ഒരുപാട് പേര് ക്യൂ നിന്നൊന്നും അവര് എന്താണ് ടെസ്റ്റ് റിസൾട്ടോ സ്കാനിങ് റിപ്പോർട്ടോ അതൊന്നും മേടിക്കാനായിട്ടൊന്നും അവര്, അല്ലെ, ഓരോ പേഷ്യൻസും അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസ് ഒന്നും തയ്യാറാവില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആക്കി കൊടുക്കേണ്ടത് ഹോസ്പിറ്റലിന്റെ കൂടി ഒരു കടമയാണ്, അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓൺലൈൻ സേവനങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ മതിയായ രീതിയിൽ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, നഴ്സുമാർ, അല്ലെ, പല വിവിധ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് ആശയവിനിമയം നടത്തുന്നതിലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡാറ്റാസിന്റെ കുറവുകളോ, അല്ലെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിച്ചു പോകുന്നത് ഈ പറഞ്ഞ ഇൻഫർമേഷൻ ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ്. സോ ഓർത്തുവയ്ക്കാം, ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടത് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെയാണോ? ആണോ? ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ആയിട്ടുണ്ടോ? ഓക്കെ അല്ലേ? ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെയാണോ? മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഒന്ന് കാണാറുള്ളൂ. സോ ഡീപ്പായിട്ട് നിങ്ങൾ ബൈഹാർട്ടായിട്ടൊന്നും പഠിക്കേണ്ട, പക്ഷെ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു 2 സെന്റൻസ് 3 സെന്റൻസേ ഉള്ളൂ. എല്ലാം വലിയ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിൽ നോക്കിക്കുമ്പോൾ ഒന്നും പഠിക്കേണ്ടതായിട്ട് വരില്ല. കാരണം ആ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുമ്പോൾ എല്ലാം മൈൻഡിലേക്ക് അല്ലെ പെട്ടെന്ന് എളുപ്പത്തിൽ ഓർമ്മ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയറാണ്. നമുക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. അതായത് നമുക്കറിയാം, അല്ലെ, നിർവഹണ തലത്തിലുള്ള കുറച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം കൂടിയുണ്ട്. അതായത് പലതരത്തിലുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് നമുക്കറിയാം ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റ് ആയിരിക്കും. അങ്ങനെ ഭരണ നിർവഹണത്തിലുള്ള കുറച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം കൂടി നോക്കാം. ഹ്യൂമൻ റിസോഴ്സസ് കുറച്ച് ഡിപ്പാർട്ട്മെന്റ്, HRM, അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നൊക്കെ പറയാം, HR ഡിപ്പാർട്ട്മെന്റ് ആണ്. അതേപോലെ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നമുക്കറിയാം ഇത് ഡീപ്പായിട്ട് തന്നെ HRM ഒക്കെ ഒരു വലിയ ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ഒക്കെ 1-2 ചാപ്റ്റർ ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അതൊക്കെ അങ്ങനെ പലതരത്തിലുള്ള ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഒരുപാട് മെഷീൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും മോസ്റ്റ്ലി അവിടെ സേവനങ്ങൾ ലഭ്യമാകുന്നതിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്? ഏത് റിസോഴ്സസ് ആണ്? ഏത് റിസോഴ്സസിൽ നിന്നാണ് പേഷ്യൻസ് സേവനങ്ങൾ കൂടുതലായിട്ട് നേടിയെടുക്കുന്നത്? പറഞ്ഞ മെഷീന്റെ സേവനങ്ങൾ, എക്യുപ്മെന്റ്സിന്റെ സേവനങ്ങൾക്ക് അപ്പുറം എന്തെങ്കിലും റിസോഴ്സസിന്റെ സേവനങ്ങൾ അവിടെ ലഭ്യമാകുന്നുണ്ടോ? മോസ്റ്റ്ലി ഏതൊരു പേഷ്യന്റ് നേടിയെടുക്കുന്നത് എന്തിന്റെ സേവനമാണ്?
ഹ്യൂമൻ ബീയിങ്ങിന്റെ അല്ലെ, ഡോക്ടേഴ്സ്, നഴ്സുമാര്, അല്ലെ, ക്ലീനിങ് സ്റ്റാഫ്, ടെക്നീഷ്യന്മാർ എല്ലാം തന്നെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. എനിവേ നമുക്കറിയാം നവേ ഡേയ്സിലെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് മാറ്റങ്ങളുണ്ട്. പക്ഷെ അതിന്റെ അറ്റത്ത് അല്ലെ എന്റെ ഒരു ചുക്കാൻ പിടിച്ചുകൊണ്ട് അവിടെ ഒരു ഹ്യൂമൻ ബീയിങ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും നല്ല ഡോക്ടറിന്റെ സേവനങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല നഴ്സുമാരുടെ സേവനങ്ങൾ ഉണ്ടെങ്കിൽ അതല്ലേ എത്ര വന്നാലും നമ്മൾ ആ ഹോസ്പിറ്റലിൽ തേടി പോകാൻ ശ്രമിക്കും. കാരണം ആ ഹ്യൂമൻ ബീയിങ്ങിന്റെ അല്ലെ പ്രത്യേക കഴിവാണ് കൂടുതലായിട്ട് ഈ ട്രീറ്റ്മെന്റിന് അല്ലെ നല്ല തരത്തിലുള്ള തന്നെ രോഗങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് നല്ല അല്ലെ നല്ല ഹ്യൂമൻ ബീയിങ് ആണ്. ഐ മീൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല ഏബിൾ ആയിട്ടുള്ള നല്ല സ്കില്ല് നോളജ് ഉള്ള എംപ്ലോയീസ് ആണ് എങ്കിൽ അല്ലെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവരെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഏതൊരു ഹോസ്പിറ്റലിൽ താല്പര്യപ്പെടും. അല്ലെ നല്ല ഡോക്ടറുടെ സേവനമാണ്, നല്ല ഡോക്ടറാണെങ്കിൽ എനിക്ക് അവര് ആ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഹോസ്പിറ്റലില് അല്ലെ താല്പര്യപ്പെടില്ല. എങ്ങനെ വന്നാലും അവരെ പിടിച്ചു നിർത്താനായിട്ട് അല്ലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. സോ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത്തരത്തിൽ അവിടെയുള്ള എംപ്ലോയീസ് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാൻ, അതല്ലെങ്കിൽ നല്ല നല്ല എംപ്ലോയീസിനെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകാൻ. ഓക്കെ, നമുക്കറിയാം അതിന്റെ പല പല കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അവർ നല്ല രീതിയിൽ സെലക്ഷൻ ഒക്കെ നടത്തി അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്ത് അല്ലെ അവർക്ക് ഇൻ കേസ് മതിയായ സാലറി ഒക്കെ കൊടുത്ത് കുറച്ചും കൂടി അവര് ഏബിളായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷൻ ടെക്നിക്സ് ഒക്കെ പ്രയോഗിച്ച് അല്ലെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പാക്കേജുകളോ ഇൻസെന്റീവ്സോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരെ നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കും. അല്ലെ നല്ല എംപ്ലോയീസ് ആണെങ്കിൽ വിട്ടു പോവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ എന്നൊക്കെ അവര് ആസൂത്രണം ചെയ്യും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലുകളിലുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം നവേ ഡേയ്സിൽ HRM ഡിപ്പാർട്ട്മെന്റ് അതിന്റെ അനുസരിച്ചിട്ടുള്ള പ്രാധാന്യമുണ്ട്. സോ ഹ്യൂമൻ റിസോഴ്സസ് this department is given the aim of recruiting efficient human resources for the hospital. ഹോസ്പിറ്റലിന് അല്ലെ നല്ല രീതിയിൽ ഫലപ്രദമായ രീതിയിൽ ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെ അല്ലെ അവരെ ലക്ഷ്യമിടുന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നത് എന്തിന്റെ ഹെൽപ്പ് കൊണ്ടാണ് അത് അല്ലെ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽപ്പ് കൊണ്ടാണ്. അതാണ് അവര് ലക്ഷ്യമിടുന്നത്. Then it also creates a policies and procedures that the staff have to follow in the hospital. തീർച്ചയായിട്ടും നമുക്കറിയാം അവര് പലതരത്തിലുള്ള നിയമങ്ങളും അല്ലെ നിയമങ്ങളും നടപടിക്രമങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യും. ആർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫുകൾക്ക് ഫോളോ ചെയ്യാനായിട്ട് അല്ലെ നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ ഷിഫ്റ്റ് ഡ്യൂട്ടിയും കറക്റ്റ് പഞ്ച്വാലിറ്റിയോട് കൂടിയിട്ട് ചെയ്യുന്ന അല്ലെ പഞ്ചിങ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാകുമ്പോൾ അവര് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് വന്ന് പ്രോപ്പറായിട്ടുള്ള സേവനങ്ങൾ പേഷ്യൻസിന് അവൈലബിൾ ആക്കി കൊടുത്താലാണ് പേഷ്യൻസ് ഹാപ്പി ആവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരികയുള്ളൂ അല്ലെ. അതിനനുസരിച്ചുള്ള കുറെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. Then it aims at ensuring employee satisfaction, good working conditions, and provision of monetary and non-monetary benefits for the employees. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തൊക്കെയാണ്? തൊഴിലാളികളുടെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി, അതേപോലെ തന്നെ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ അവരെ അല്ലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ അനുയോജ്യമായ രീതിയിൽ ഒരുക്കി കൊടുക്കുക. അതേപോലെ തന്നെ അവർക്ക് നമുക്കറിയാം അവര് സേവനം ചെയ്യുന്നതനുസരിച്ചുള്ള സാലറി ഒക്കെ വരെ മോണിറ്ററി ആയിട്ടുള്ള റിട്ടേൺസുകൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ ലഭ്യമാക്കി കൊടുക്കുക. അവരെ അനുസരിച്ചിട്ട് അല്ലെ ഇൻ കേസ് ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് ആയിട്ട് നല്ല രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് അവർക്ക് കൃത്യമായ സാലറിയൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതർ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ചിലർക്കെങ്കിലും നമുക്കറിയാം ഈ എന്താ പറയുക ഭരണ സംബന്ധമായതല്ലാതെ തന്നെ ചില ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവർക്ക് അവൈലബിൾ ആയിക്കോട്ടെ. വലിയ വലിയ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 6 വരെ സ്പോൺസർ ചെയ്യുന്ന ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അല്ലെ. അവിടെ മോണിറ്ററി ആയിട്ടുള്ള ഒരു സമ്മാനം എന്ന രീതിയിലൊക്കെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ട് അവരുടെ സേവനം ആ ഹോസ്പിറ്റലില് വീണ്ടും കിട്ടാൻ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അല്ലെ ആ ഹോസ്പിറ്റലിനോട് ഒരു കമ്മിറ്റ്മെന്റ് ആ ഒരു എംപ്ലോയിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മോണിറ്ററി ആയിട്ടുള്ള പല ബെനിഫിഷ്യൽ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടാനൊക്കെ ആയിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് ഉള്ള പെർമിഷൻ ഒക്കെ കൊടുക്കും. സൂപ്പർവൈസേഴ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില അല്ലെ അവരുടെ അണ്ടറിലുള്ള എംപ്ലോയീസിനൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ചില അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കും. അങ്ങനെ പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ഇൻ കേസ് നമുക്കറിയാം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ അവരെ ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ മേടിച്ചു കൊടുക്കും അല്ലെ. അങ്ങനെ നോൺ മോണിറ്ററി ആയിട്ടുള്ള പല ബെനിഫിഷ്യൽ പാക്കേജുകളെല്ലാം തീർച്ചയായിട്ടും നമുക്കറിയാം HRM ഡിപ്പാർട്ട്മെന്റിന്റെ സേവനത്തിൽ തന്നെയാണ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. Then it is also responsible for providing compensation for the services rendered by the employees.
ഓക്കെ, നമ്മളപ്പോ കണ്ടു അവിടെയുള്ള സ്റ്റാഫുകൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത്. സോ അവർക്ക് വീണ്ടും എന്തെങ്കിലും കോമ്പൻസേഷൻ ഒക്കെ ലഭ്യമാക്കണമെങ്കിൽ അല്ലെ, നമുക്കറിയാം മെഡിക്കൽ ഇൻഷുറൻസുകൾ അല്ലെങ്കിൽ PF പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കോമ്പൻസേഷനുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ അവിടെയുള്ള സ്റ്റാഫുകളെ സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റുമോ അത് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് ചെലവില്ലാത്ത രീതിയിൽ ആലോചിച്ച് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ആ രീതിയിൽ നമുക്കറിയാം പ്രോഫിറ്റ് ബെനിഫിഷ്യൽ ആകുന്നതിനനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ സ്റ്റാഫുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പങ്ക് നൽകുന്ന തരത്തിലുള്ള പാക്കേജുകളൊക്കെ അവര് പ്രൊവൈഡ് ചെയ്യാൻ, അത്തരത്തിലുള്ള കോമ്പൻസേഷനുകളൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് കാര്യങ്ങളൊക്കെ ആലോചിച്ചുറപ്പിച്ച് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആണോ? HR ആണോ അല്ലെങ്കിൽ HR ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്? ഓക്കെ, എയിമുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എയിമൊക്കെ എന്തൊക്കെ എയിംസ് ഒക്കെയാണോ ഉള്ളതെന്നൊക്കെ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്, പ്രൊവിഷൻ ഓഫ് മോണിറ്ററി നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഫോർ ദ എംപ്ലോയീസ്, ഇതെല്ലാം അല്ലെ ലക്ഷ്യമിടുന്നത് ഹ്യൂമൻ HR ആണ് ലക്ഷ്യമിടുന്നത്. അതൊക്കെയാണ് അവരെ മെയിൻ ആയിട്ട് അല്ലെ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് എംപ്ലോയിയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ച് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാലോ. ഓക്കെ, നമുക്ക് ഫിനാൻസ്. ഓക്കെ, പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇത്രയും ഹ്യൂമൻ റിസോഴ്സസ് അവിടെ ഉണ്ട് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് മതിയായ രീതിയിലൊക്കെ അല്ലെ കൃത്യമായിട്ടുള്ള സാലറി ഒക്കെ കൊടുക്കണം. അതേപോലെ തന്നെ നമുക്കറിയാം പല എക്യുപ്മെന്റ്സും മെഡിസിൻ, ഫാർമസിക്കും മെഡിസിനും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്കറിയാം അവിടെ എല്ലാത്തിനും പണസംബന്ധമായിട്ടുള്ളൊരു കാര്യം അവിടെ ആവശ്യമാണ് അല്ലെ. എല്ലാവർക്കും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സാലറി ആണെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെ, ഇൻ കേസ് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകണമെങ്കിലൊക്കെ നമുക്കറിയാം അവിടെ ഫിനാൻസ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ പ്രോഫിറ്റ് കിട്ടുന്നതിനനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റും കാര്യങ്ങളും അവിടെ ഉണ്ടാവും അല്ലെ. പുതിയതായിട്ട് തുടങ്ങുന്ന ഹോസ്പിറ്റലാണെങ്കിലും തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്രയും അല്ലെ ഇന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച് നന്നായിട്ട് കൈകാര്യം ചെയ്ത് പോയാൽ മാത്രമാണ് ഹോസ്പിറ്റലിന് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ അല്ലെ. ഏതെങ്കിലും ഒരു ഭാഗത്ത് പാലിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ അത് ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയാണ്. അപ്പൊ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ സാമ്പത്തിക ആവശ്യങ്ങൾ അല്ലെ അത് വശങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. They make budgets, financial plans for the future, and they distribute financial resources to various departments of the hospital for their upgradation. Okay, നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും അവിടെ നല്ല രീതിയിലുള്ള ഒരു ആസൂത്രണം ഉണ്ടായാൽ മാത്രമാണ് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒഴുക്ക് ഫിനാൻസിന്റെ ഒഴുക്ക് കാര്യക്ഷമമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഡിപ്പാർട്ട്മെന്റ് അല്ലെ മെയിൻലി ബഡ്ജറ്റുകളൊക്കെ നമുക്കറിയാം നീക്കിയിരിക്കുന്നത് അല്ലെ. നമ്മൾ മിക്കപ്പോഴും ആനുവൽ ബഡ്ജറ്റ് അല്ലെ അങ്ങനെയൊക്കെ ഹാഫ് ഇയർലി ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നത് എന്താണ് നീക്കിയിരിക്കും അല്ലെ. ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് പ്ലാൻ ചെയ്ത് വെക്കുകയാണ്, അത് ഓരോന്നിനും വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു അല്ലെ. ഇപ്പൊ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു, കുറച്ച് മെയിൻ്റെനൻസ് വർക്കിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു, ഫാർമസിക്ക് വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, ഹോസ്പിറ്റലില് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടോ ആ എക്സ്പെൻസിനൊക്കെ ഒരു നീക്കിയിരിപ്പ് നടത്തും അല്ലെ. അവിടെ തീർച്ചയായിട്ടും പേഷ്യൻസ് വരുമ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകണമെങ്കിൽ എല്ലാവരുടെയും സേവനം വേണം. ഹ്യൂമൻ റിസോഴ്സിന്റെ സേവനം വേണം, മെഷീനൊക്കെ പ്രോപ്പർ ആയിരിക്കണം, ആവശ്യമായ മെഡിസിൻസ് വേണം. ഓക്കെ, എല്ലാം അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും മതിയായ രീതിയിൽ തന്നെ ഈ ഫിനാൻസിന്റെ ഒഴുക്ക് ഉണ്ടായിരിക്കും. സോ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഫിനാൻഷ്യൽ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ ഡേയ്സ്, ഭാവിയിൽ നമുക്കറിയാം ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തു പോയാൽ ആ ഹോസ്പിറ്റൽ ഡെവലപ്പ് ചെയ്തു പോയാൽ മാത്രമാണ് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഭാവിക്ക് വേണ്ടിയിട്ട് അല്ലെ ഭാവിയിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കിയിരിപ്പ് നടത്തേണ്ടതുണ്ടാവും, പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ടാവും. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ഫിനാൻഷ്യൽ റിസോഴ്സ് ടു ദ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദെയർ അപ്ഗ്രേഡേഷൻ. തീർച്ചയായിട്ടും നമുക്കറിയാം ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും അല്ലെ എല്ലാ തരത്തിലും ഏത് ഡിപ്പാർട്ട്മെന്റിനാണെങ്കിലും മതിയായ രീതിയിലുള്ള ഫിനാൻസിന്റെ സപ്ലൈ അവിടെ ആവശ്യമാണ്. They also provide wage statements for the staff,
and oversee purchase of medical supplies and pharmaceuticals for the hospital. Okay. നമുക്കറിയാം ഏത് ഡിപ്പാർട്ട്മെന്റ് നമ്മളിപ്പോ ഫ്യൂച്ചറിൽ നമുക്കറിയാം ഇന്ന ചിലപ്പോൾ ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നെഫ്രോ അല്ലെങ്കിൽ കാർഡിയോളജി വിഭാഗം ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന് സ്പെഷ്യൽ എന്തെങ്കിലും പാക്കേജ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ മിക്കിയിരുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയുള്ള എല്ലാ വർക്കേഴ്സിനും കൃത്യമായിട്ടുള്ള സാലറി കൊടുക്കണം, എക്യുപ്മെന്റ്സുകളൊക്കെ കൃത്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ. എല്ലാം തന്നെ മെഡിക്കൽ സപ്ലൈസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഫാർമസിയിലെ അതിയായ സ്റ്റോക്ക് അവിടെ ഉണ്ടായിരിക്കണം. സോ ഇതിനെല്ലാം എന്താവശ്യമാണ്? ഫണ്ട് ആവശ്യമാണ്. സോ ഫിനാൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് ഒരു തടസ്സവും ഇല്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ അല്ലേ? ക്ലിയറാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഭരണ നിർവഹണത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? Okay, this department is having the powers of looking after the day-to-day operations of a hospital. നമുക്കറിയാം ഈ ഡിപ്പാർട്ട്മെന്റ് അല്ലെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നല്ല ഹോസ്പിറ്റലില് നന്നായിട്ട് റണ്ണിങ് ആയിട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല തീരുമാനങ്ങളും നടപ്പാക്കലൊക്കെ വേണം അല്ലെ. ഒരു ഗൈഡൻസും ഇല്ലാതെ ഒരു പ്രോപ്പർ പോളിസിയും ഒന്നുമില്ലാതെ ഒരു വലിയ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എവിടെയെങ്കിലൊക്കെ പാളിച്ചകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള റണ്ണിങ് ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് ഈസ് ഹാവിംഗ് ദ പവേഴ്സ് ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ദ ഡേ-ടു-ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അവിടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ വീക്ഷിച്ചുകൊണ്ട് അത് കൈകാര്യം ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ആവശ്യമാണ്. They look after all the paperwork of the hospital and ensure that every department follows the administrative procedures of the hospital. നമുക്കറിയാം എല്ലാ ഡിപ്പാർട്ട്മെന്റും എന്താണോ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, ആ പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ അതനുസരിച്ചിട്ട് തന്നെയാണ് അവരെല്ലാം ഫോളോ ചെയ്ത് പോകുന്നതിന് ഉറപ്പാക്കി പോകേണ്ടതുണ്ട്. അതനുസരിച്ചിട്ട് മാത്രം പോയാൽ മാത്രമാണ് ഹോസ്പിറ്റലിന് ഒരു തടസ്സമില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഇത് ഈ ഒരു പൊതുവായ മാനദണ്ഡങ്ങളൊന്നും കീപ്പ് ചെയ്യാതെയാണ് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ പാളിച്ചകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അതെല്ലാം വിലയിരുത്തി പോകേണ്ടതുണ്ട്. Hospital administration also organize and support the patients with total medical care during the episode of illness in the hospital and is responsible for integrating various functions and services. Okay, administration ഒക്കെ ഞാൻ പറഞ്ഞ വലിയ ചാപ്റ്റർ ആയിട്ട് 1-2 ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതില് അവരുടെ റൂൾസ് അല്ലെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് അതിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഇതില് പറഞ്ഞു വരുന്ന കാര്യം ഇത് തന്നെയാണ്. അതായത് പേഷ്യൻസ് ഹാപ്പി ആയി പോകണം അല്ലെ, എല്ലാ പേഷ്യൻസും നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകണം. അതേമാതിരി തന്നെ സ്റ്റാഫ് നല്ല രീതിയിൽ ഹാപ്പി ആയിരിക്കണം, നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. ഓക്കെ, ഒന്നിനും ഒരു തടസ്സം ഉണ്ടാവരുത്. തീർച്ചയായിട്ടും അങ്ങനെ തടസ്സം വരാതിരിക്കണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലില് നല്ല രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയും അത് നടപ്പാക്കി പോകാനായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. സോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ ഓർഗനൈസ് അവിടെ ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇതിനനുസരിച്ചുള്ള ഓർഗനൈസേഷൻ അവിടെ നടപ്പാക്കണം. And supports the patient's total medical care during an episode of illness in the hospital. അല്ലെ, അവിടെ മെഡിക്കൽ കെയർ ഒക്കെ അവരുടെ രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം അല്ലെ അത് കൃത്യമായിട്ട് അവര് അതിരിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ പ്രോപ്പർ ആയിട്ട് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കണം. ആൻഡ് ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ഇന്റഗ്രേറ്റിംഗ് വേരിയസ് ഫങ്ഷൻസ് ആൻഡ് സർവീസസ്. നമുക്കറിയാം അതിനോട് ചേർന്ന് ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഡോക്ടറും നഴ്സിന്റെ സേവനം മാത്രമല്ല അവർക്ക് അവൈലബിൾ ആക്കേണ്ടത് അല്ലെ, മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ സേവനങ്ങളെല്ലാം തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്കറിയാം ലാബിന്റെ ടെസ്റ്റുകൾ കൃത്യമായിട്ട് അവർക്ക് അവൈലബിൾ ആക്കണം. കേസ് റേഡിയോളജി വിഭാഗമാണെങ്കിലും നമുക്കറിയാം ഡയറ്റീഷ്യന്റെ സേവനങ്ങൾ വേണമെങ്കിലും അല്ലെ, കൃത്യമായ ഭക്ഷണക്രമമൊക്കെ വേണമെങ്കിൽ അത് വേണം. കേസ് തിയേറ്ററിലൊക്കെ കേൾക്കേണ്ടതുണ്ടെങ്കിൽ അടുത്ത ടൈമിൽ അല്ലെ ആ രോഗിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ അവൈലബിൾ ആക്കുക. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനങ്ങളൊക്കെ ഇവർക്ക് അനുയോജ്യമായ രീതിയിൽ കൊടുക്കണം. സോ ഇതിനെല്ലാം തന്നെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പോളിസികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും നമുക്കറിയാം തലത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരാണ് കൂടിയാലോചിച്ച് തീരുമാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഈസ് ഹാവിംഗ് ദ പവേഴ്സ് അല്ലെ, അവർക്കാണ് പവേഴ്സ് ഉള്ളത്. തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള കറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കി കണ്ട് അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഹോസ്പിറ്റലില്
പേഷ്യൻസ് ഹാപ്പി ആയിട്ട് പോകണം അല്ലെ, അതാണ് മെയിൻ ആയിട്ട് അവർ ലക്ഷ്യമിടുന്നത്. എങ്കിൽ മാത്രമാണ് വീണ്ടും വീണ്ടും പേഷ്യൻസ് വരുള്ളൂ. അതനുസരിച്ചുള്ള കുറെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇവർക്ക് മെയിൻ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് എല്ലാവരും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ, മേൽത്തലത്തില് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകണം അല്ലെ. തീർച്ചയായിട്ടും ആ ഒരു രീതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതല്ലെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണ്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് ഡേ വരുമ്പോഴോ ഒന്ന് റിവൈസ് ചെയ്ത് പോകാം, ഒപ്പം ഇൻപേഷ്യന്റ് എടുക്കാം അല്ലെ. ഓക്കെ അല്ലേ, നിങ്ങൾ വായിച്ചിട്ട് വരില്ലേ? ഒരു ചാപ്റ്റർ നമ്മുടെ ചാപ്റ്റർ കൂടി കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ്, ചെറിയ ചെറിയ രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി. വലിയ ഡീപ്പായിട്ട് കുറെ ചാപ്റ്റർ ആക്കി പഠിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെയാണോ? നെക്സ്റ്റ് ഡേ വരുമ്പോൾ ഇൻപേഷ്യന്റും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഡേ ഇൻപേഷ്യന്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.